ഇന്നത്തെ ടോപ്പിക്ക് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷനാണ്. നമുക്കറിയാം, നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ലങ്സിൽ നിന്നുള്ള എയർ വായിലൂടെ പുറത്തേക്ക് വരുന്നു അല്ലേ. അപ്പോൾ ഓരോ വാക്ക് സംസാരിക്കുമ്പോഴും ഓരോ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, നാവ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ല എന്ന് പറയുന്ന പോലെയല്ല നമ്മൾ ക എന്ന് പറയുമ്പോൾ നാവിൻ്റെ പൊസിഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് വെച്ച് നാവ് ഈ വരുന്ന എയറിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതേ ശബ്ദം മൂക്കിലൂടെ പോകുമ്പോൾ അത് നാസൽ സൗണ്ട്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് ദ എയർ പാസസ് ത്രൂ ലാരിങ്സ്, ഇറ്റ് കംസ് അപ്പ് ആൻഡ് ഔട്ട് ഫ്രം ദ മൗത്ത് ആൻഡ് നോസ്. അതായത് ഈ വരുന്ന ലങ് എയർ എന്ത് ചെയ്യുന്നു, വായിലൂടെയോ മൂക്കിലൂടെയോ പുറത്തേക്ക് പോകുന്നു. ഓർ ദ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്ലേസ് ഓഫ് ടങ്, മൂവ്മെൻറ്റ് ഓഫ് ടങ് ആൻഡ് ലിപ്സ്. ഓക്കെ, അതേസമയം എന്താണ്, നമ്മുടെ നാവിൻ്റെ പൊസിഷനും നാവിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ നമ്മുടെ ലിപ്സിൻ്റെ പൊസിഷനും നോക്കി നമുക്ക് ഓരോ ശബ്ദവും എവിടെയാണ് ഉണ്ടാവുന്നത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ 7 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട് ഈ സൗണ്ട്സിനെ. ബൈലേബിയൽ, ലേബിയോദന്തൽ, ദന്തൽ, ആൽവിയോളാർ സൗണ്ട്, പാലറ്റൽസ്, വീലാസ് ആൻഡ് ഗ്ലോട്ടൽ. ഓക്കെ, ഇതല്ലാണ്ടും കുറച്ച് കാറ്റഗറി ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൈലേബിയൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബൈ മീൻസ് ടു, ലേബിൾ മീൻസ് അവർ ലിപ്സ്. ഓക്കെ, അപ്പോൾ ബൈലേബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെൻ എ ലോവർ ലിപ്പ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് അപ്പർ ലിപ്പ് ദ സൗണ്ട് ആർ പ്രൊഡ്യൂസ്ഡ് ഇസ് കോൾഡ് ബൈലേബിയൽ സൗണ്ട്. ഓക്കെ, നമുക്ക് 2 ആർട്ടിക്കുലേറ്റേഴ്സ് ആണുള്ളത്, ഒന്ന് ആക്റ്റീവ്, ഒന്ന് പാസീവ്. ഓക്കെ, നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗം, നമ്മുടെ വായുടെ ഒരു ഭാഗം അനങ്ങാതിരിക്കും, ഒരു ഭാഗം നന്നായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അനങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്നും അനങ്ങാതിരിക്കുന്നതിനെ, സ്റ്റേബിളായി നിൽക്കുന്നതിനെ നമ്മൾ പാസീവ് ആർട്ടിക്കുലേറ്റർ എന്നും പറയും. ഓക്കെ, ബൈലേബിയൽ സൗണ്ടിൽ നമ്മുടെ 2 ചുണ്ടുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ താഴെയുള്ള ചുണ്ട് മുകളിലെ ചുണ്ടിനെ ടച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോഴാണ് ഈ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്, ബൈലേബിയൽ സൗണ്ട്സ് ഉണ്ടാകുന്നത്. ഓക്കെ, പാറ്റ്, ബാറ്റ്, വോൾ. ഓക്കെ, ഇതുപോലെ പ്, ബ്, വ്, മ്, ഇത്രയാണ് ബൈലേബിയൽ സൗണ്ട്സിൻ്റെ എക്സാമ്പിൾ. പ്, ബ്. ഓക്കെ, പ്, ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2 ചുണ്ടുകളാണ് കൂട്ടി മുട്ടുന്നത്. ഓക്കെ, അവിടെ ഒരു സ്റ്റോപ്പേജ് ഉണ്ടാകുന്നു, പിന്നീട് ആ സൗണ്ട് പുറത്തേക്ക് വരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ലേബിയോദന്തൽ. ലേബിയോദന്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടും അതുപോലെ പല്ലുമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ശബ്ദമുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. വെൻ ലോവർ ലിപ്പ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് അപ്പർ ടീത്ത് ദ സൗണ്ട് ആർ പ്രൊഡ്യൂസ്ഡ് ആർ കോൾഡ് ലേബിയോദന്തൽ സൗണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ പല്ല്, മുകളിലുള്ള പല്ല് പാസീവാണ്, അത് അനങ്ങാണ്ട് നിൽക്കുകയാണ്, അങ്ങോട്ടേക്ക് നമ്മുടെ താഴെയുള്ള ചുണ്ട് വരികയാണ്. ഓക്കെ, ഫ്, വ്, ഈ 2 ശബ്ദങ്ങളാണ് ഇതിന് നല്ലൊരു എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഫ്, വ്. ഓക്കെ, ഫ്, വ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദന്തൽ. ദന്തൽ എന്ന് പറയുമ്പോൾ പല്ലാണ് പ്രാധാന്യത്തോടെ പറയുന്നത്. ദ ടിപ്പ് ഓഫ് ദ ടങ് ടച്ച് ഇസ് ബാക്ക് ഓഫ് ദി അപ്പർ ടീത്ത് ദ സൗണ്ട് ഇസ് പ്രൊഡ്യൂസ്ഡ് ആർ കോൾഡ് ദന്തൽ സൗണ്ട്. അതായത് നമ്മുടെ നാവിൻ്റെ അറ്റം, ടിപ്പ് എന്ത് ചെയ്യുന്നു, പല്ലിൽ വന്ന് മുട്ടുന്നു. അങ്ങനെ ആവുമ്പോൾ ഈ ശബ്ദം ഉണ്ടാകുന്നു, പല്ലിൻ്റെ പിറകുവശത്തിട്ടാ. ത്, ദ്. ഓക്കെ, തത്ത എന്നിട ത, അതുപോലെ ദന്തം എന്ന് പറയുമ്പോൾ ഉള്ള ദ. ഓക്കെ, ത, ദ, ഈ 2 ശബ്ദങ്ങളും പല്ലിൽ വന്നാണ് മുട്ടുന്നത്. ഓക്കെ, നാവ് പല്ലിൽ മുട്ടുമ്പോഴാണ് ഉണ്ടാകുന്നത്. ത്, ദ്. അതിൻ്റെ ഫോണിറ്റിക് സിമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആൽവിയോളാർ സൗണ്ട്. ദീസ് സൗണ്ട്സ് ആർ ഫോംഡ് ഓർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ടങ് ഓൺ ദി ആൽവിയോളാർ റിഡ്ജ്. ഓക്കെ, അതായത് നമ്മുടെ നാവിനെ 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ടിപ്പ്, ഫ്രണ്ട്, ബ്ലേഡ്, സെൻറ്റർ, ബാക്ക്. ഓക്കെ, ഇങ്ങനെ തരംതിരിച്ചിട്ടാണുള്ളത്. അപ്പോൾ ഓരോ പാർട്ടാണ് കൊള്ളുന്നത്. നമ്മൾ താ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റമാണ് കൊള്ളുന്നതെങ്കിൽ ഇവിടെ ആ അറ്റമല്ല, അതിൻ്റെ ഇച്ചിരി പുറകുള്ള ഭാഗമാണ് എവിടെ പോയി ഇടിക്കുന്നത്, പല്ലിൻ്റെ പിറകിലുള്ള ആ റിഡ്ജ് അല്ലേ, ഒരു വര 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 പോലെയുള്ള ആ ഭാഗത്ത് പോയി ഇടിക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ട്, ഡ്, സ്, സ്, ന്, ല, ഇർ. ഓക്കെ, ഇത്രയും ശബ്ദങ്ങളാണ് നമ്മുടെ ടീത്ത് റിഡ്ജും നാവിൻ്റെ ഫ്രണ്ട് ഭാഗവും കൂടി ഇടിച്ചുണ്ടാകുന്ന ശബ്ദം. ഓക്കെ, ട്, ഡ്, സ്, സ്, ന്, ല്, ർ, ഇത്രയും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പാലറ്റൽ സൗണ്ട്.
Palatal sounds produced with the tongue and palate are called palatal or alveopalates. ഓക്കെ, alveopalates അല്ലെങ്കിൽ പാലറ്റൽ സൗണ്ട് എന്ന് പറയുന്നത് നാവും, അതായത് ഈ റിഡ്ജിൻ്റെ പിറകു ഭാഗം, ഓക്കെ, ആ വര പോലെയുള്ള നമ്മുടെ റൂഫ് ഓഫ് മൗത്തിൻ്റെ നെക്സ്റ്റ് ഭാഗത്ത്, ഓക്കെ, അവിടെയാണ് പോയി ഇടിക്കുന്നത്, പാലറ്റിലാണ് പോയി ഇടിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് ച്, ജ്, യ, ഓക്കെ, ഴ. ഇത്രയും ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് പാലറ്റൽ സൗണ്ട്സ് ആണ്. ഓക്കെ, നമ്മുടെ നാവിൻ്റെ ഭാഗവും പാലറ്റുമാണ് കൂട്ടിമുട്ടുന്നത്. നെക്സ്റ്റ് വൺ ഇസ് വീലാർ സൗണ്ട്. വീലാർ എന്ന് പറയുമ്പോൾ വീലം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നമ്മുടെ റൂഫ് ഓഫ് മൗത്തിലെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ വീലം എന്ന് വിളിക്കുന്നത്. ഇതിലേക്ക് സോഫ്റ്റ് പാലറ്റ്, ഹാർഡായിട്ടുള്ളതിനെ ഹാർഡ് പാലറ്റ്, അതിൻ്റെ പിറകിലാണ് സോഫ്റ്റ് പാലറ്റ്, അല്ലേ? നമ്മുടെ മൂക്കിലേക്ക് എയർ പാസ്സാവുന്നത് അതിൻ്റെ അറ്റത്താണ്, ഏറ്റവും അറ്റത്താണ്. അപ്പോൾ വീലം സോഫ്റ്റ് പാലറ്റിൽ അവിടെ നാക്ക് കൊള്ളുമ്പോൾ, ബാക്ക് ഓഫ് ദ ടങ്, നാവിൻ്റെ പിറകു വശം കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ് ക്ക്, അതായത് ക എന്ന് പറയുന്ന ശബ്ദം, ഘ എന്ന് പറയുന്ന ശബ്ദം, അതുപോലെ ന്. ഓക്കെ, ഖ്, ഗ്, ന്. അത് പറയുമ്പോൾ സോഫ്റ്റ് പാലറ്റിലാണ് നാവിൻ്റെ ബാക്ക് സൈഡ് പോയി ഇടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്ലോട്ടസ്. ഓക്കെ, ഗ്ലോട്ടസ് അറിയാലോ, ഗ്ലോട്ടൽ. ഓക്കെ, ഹ എന്ന് പറയുമ്പോൾ ആ ശബ്ദം ഉണ്ടാകുന്ന ഇവിടുന്നാണ്, നമ്മുടെ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ്, അല്ലേ? അവിടെയാണ് നമ്മൾ ഗ്ലോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്ലോട്ടൽ. The glottis open and there is no manipulation of the air passing out of the mouth is called glottal sound. അതായത് ഹ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് എവിടെയോ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നത്, തടസ്സം ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ ഭാഗത്തൂടെ അത് വളരെ ക്ലിയർ ആയിട്ട് കാറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഹ് എന്നുള്ള ശബ്ദം, ഹ, അല്ലേ? ഹ. അപ്പോൾ ഹ എന്ന് പറയുന്നത് ഗ്ലോട്ടൽ സൗണ്ടാണ്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ ഓരോന്നിനെടുത്ത് നോക്കുകയാണെങ്കിൽ റെട്രോഫ്ലെക്സ് എന്ന് പറയുന്നതുണ്ട്. എന്നുള്ള ശബ്ദമാണ് റെട്രോഫ്ലെക്സ്. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലാകും വിചാരിക്കുന്നു. താങ്ക് യു.